ഉണ്ടാവുമല്ലോ, അത് ഡീസന്റ്. ബിഗ് ബോസിന്റെ അപ്ഡേഷൻ, ബിഗ് ബോസിലെ ലൈവ് അപ്ഡേഷൻ ആണ്. രാവിലെ തന്നെ തുടങ്ങി. എഴുന്നേറ്റ് അനുമോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതിൽ തുടങ്ങിയതാണ്. അനുമോളുടെ ഗുഡ് മോർണിംഗ് നമ്മുടെ ക്യാപ്റ്റൻ അനീഷിനെ പിടിച്ചില്ല. മലയാളം പറഞ്ഞില്ല, ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് ഇവിടെ പറയാൻ പാടില്ല കുട്ടികളെ. നിങ്ങൾ മലയാളത്തിൽ തന്നെ സുപ്രഭാതം അങ്ങനെ പറയണം. സുപ്രഭാതം എന്ന് പറയണമെന്ന് പറഞ്ഞതിൽ തുടങ്ങി. എല്ലാവരും കൂടെ ഏറ്റു പിടിച്ചു. ഭയങ്കര ബഹളവും കരച്ചിലും. അനുമോള് വല്ലാതെ ഏങ്ങി കരയുന്നുണ്ട്. ഇതാണ് ബിഗ് ബോസ്. ഇത് 7, ബിഗ് ബോസ് 7 പണി കൊടുക്കാൻ തുടങ്ങി. 6 ബിഗ് ബോസിലും എല്ലാവരും കണ്ടിട്ടുള്ളല്ലോ വീട്ടിലിരുന്നിട്ട് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോ അതൊക്കെ അനുഭവിച്ചുകൊണ്ട് പോകാൻ തയ്യാറാണല്ലോ എല്ലാവരും. ബിഗ് ബോസ് സീസൺ 7 അനുമോള് രാവിലത്തെ ഗുഡ് മോർണിംഗിലൂടെ സന്തോഷമായി എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻസി അനീഷ് പറയുന്നു, ഗുഡ് മോർണിംഗ് ഇവിടെ പറയണ്ട, ഇവിടെ സുപ്രഭാതം പറഞ്ഞാൽ മതി എന്ന. അതിൽ കൂടി തുടങ്ങിയ ബഹളവും ആരവങ്ങളും എല്ലാം കൂടി അവസാനം അനുമോള് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൻ കരച്ചിലാണ്. അതൊക്കെ സമാധാനിപ്പിക്കാൻ ആരില്ല. ഒറ്റയ്ക്കിരുന്ന കരയണ കണ്ടു കുറെ സമയമായിട്ട്. പിന്നെ രേണുവിനെ ഡോക്ടറെ വിളിക്കണം, ഡോക്ടറെ വിളി, എനിക്ക് തലവേദനയാണ്, ഞാൻ കള്ളം പറഞ്ഞില്ല, സത്യമാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നീ നാളെയും കള്ളം പറയും. നീ ആരാ മോളെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. അവിടെ വന്നവർക്കും അറിയാം, നിന്നെ ശരിക്കും അറിയാം. എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ രേണുവിനെ ശരിക്കൊന്ന് വിലയിരുത്തിയിട്ട് തന്നെയാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പൊ രേണുവിന് പണിയാൻ തന്നെയാണ് ബാക്കി എല്ലാവരും നോക്കുന്നത്. അനീഷിന്റെ മനസ്സിൽ എന്താന്നുള്ളത് നമുക്കറിയില്ല. തലവേദന പറഞ്ഞപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അനീഷ്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? അങ്ങനെ ബിഗ് ബോസിൽ അടി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ബിഗ് ബോസ്. രേണു സുധി അവിടെ പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കണ്ടു, ലൈവ് കണ്ടു. അപ്പോഴേ പുറത്തെ കാര്യങ്ങൾ അവിടെ പോയി സംസാരിക്കുന്നു. പുറത്തെ കാര്യങ്ങൾ അവിടെ പോയി സംസാരിക്കാൻ പാടുണ്ടോ? ഇതിനാണ് രേണു സുധി അവിടെ പോയിട്ട് പുറത്തുള്ള കാര്യങ്ങളും അവളുടെ വീടിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വീടിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ പോയിട്ട് പറയാൻ വേണ്ടി ഇരിങ്ങിയിരിക്കുന്നത്. അത് കൂടെ നിൽക്കുന്നവരെ ചൂഴ്ന്നെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഐസ്ക്രീം എടുക്കുന്നത് പോലെ സ്കൂപ്പ് ചെയ്താണ് എടുക്കുന്നത്. അതനുസരിച്ച് അവരത് രേണുവിനെ കൊണ്ട് അവിടെ നിന്നും പറയിക്കാനും ഇത് രേണുവിനെ എവിക്ഷനിലോട്ട് പോകാനും ഔട്ടാക്കാനും സാധ്യതയില്ലേ? ഉണ്ടായിരിക്കാം. രേണു പിടിച്ചിരിക്കുന്ന കൂട്ടുകാരികള് ആദിലും നൂറയുമാണ്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. ആ കുട്ടിയുടെ പേരെന്നോട് മറന്നുപോയിട്ടോ, ഒന്നും വിചാരിക്കല്ലേ പേര് പറയാത്തതില്. മെമ്മറിയിൽ പേര് മറന്നുപോയി. ആ 3 ലേഡീസ്, ആ 2 പേരുടെ കൂടെ അവളും ഉണ്ട്. അവരാണ് ഇപ്പോൾ രേണു സുധിയുടെ കൂട്ടുകാർ. അവരെ പിടിച്ചിട്ട് ആരെങ്കിലും ഒന്ന് വേണ്ടേ? ഒറ്റപ്പെട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയപ്പോൾ ഇവിടെ പുറത്തു നിന്ന് പ്രതീക്ഷനെ ചാരി നടക്കുമ്പം പ്രതീക്ഷന്റെ ആൾക്കാർ കുറച്ചുണ്ടാകും കൂട്ടിന്. ഇപ്പൊ അകത്ത് പോയപ്പോ മനസ്സിലായില്ലേ എന്താണ് അവിടെ നടക്കുന്നത്. ഇപ്പോ രേണു സുധി വിചാരിക്കുന്നുണ്ടാകും ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ അവിടെ ഇരുന്നും കണ്ടിട്ട് ഇനി വീടിനെ കുറിച്ചും വീടിന്റെ ഡാമേജിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് അവിടെ നിർത്തുമെന്നും അവസാനം ഒരു വീടെടുക്കാനുള്ള, എറണാകുളത്ത് വന്നൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള പണവുമായിട്ട് തിരിച്ചു വരാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വെറും മോഹൻലാൽ സിനിമ, അത് നിന്റെ ഒരു മോഹം മാത്രമാണ് കുട്ടി. അവിടെ വരെ ഒന്നും നീ എത്തുമെന്ന് തോന്നുന്നില്ല. തലവേദനയില്ലാതെ തലവേദനയുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഇത്രയും ശബ്ദത്തില് ശരത്ത് അപ്പാനിയുടെ അടുത്ത് എന്താണ് ഫൈറ്റ്? വാ, ശരത്ത് അപ്പാനിനെ അങ്ങോട്ട് നാക്ക് കൊണ്ട് അടിച്ച് കുളപ്പുള്ളി ലീല മാത്രമേ ഉള്ളൂ. അതുപോലെ സിനിമയിലൊക്കെ കേട്ടോ, അല്ലാണ്ടല്ല. സിനിമയിൽ കുളപ്പള്ളി ലീലയുടെ റോള് ചെയ്യാൻ പറ്റിയ ആളാണ് രേണു. യാതൊരു സംശയവും അതിലില്ല. ഉറപ്പായിട്ടും കുളപ്പള്ളി ലീലയുടെ ഒരു കഥാപാത്രം രേണു സുധിനെ കൊണ്ട് ചെയ്യിച്ചാൽ എങ്ങനെ ഇരിക്കും?
അല്ലെങ്കിൽ രേണു സുധി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് കുളപ്പള്ളി ലീലയാണ് പറയുന്നതെങ്കിൽ ആ കുളപ്പള്ളി ലീല ചേച്ചി പറയുന്ന അതേ ടോണില് നീ എൻ്റെ ഈ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, അടുത്ത മുഖം ഇതാ വരുന്നുണ്ട് എന്നാണ് രേണു സുധിയുടെ ഒരു കൗണ്ടർ. അതിന് സാധ്യതയുമുണ്ട്. ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് കുറെ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ അവിടെ പോയാലും അത് മറക്കുവോ? അവിടെ പോയാലും അത് തന്നെ അല്ലേ എടുക്കുള്ളൂ. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തുമ്പോൾ എന്ത് കിട്ടും? പണി കിട്ടും. അട്ടയ്ക്ക് വേണ്ടി ഇനി വേറൊരു മെത്ത വാങ്ങേണ്ട സ്ഥിതിയിലായിരിക്കും ലാൽ സാർ. ലാൽ സാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് നോക്കാം ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നവരെല്ലാവരും കൂടി അങ്ങോട്ട് തുടങ്ങിയിരിക്കുക. 7 പേരും തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താകോ എന്തോ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമ്മളെ സംബന്ധിച്ചൊരു കണ്ടന്റ് രേണു മാത്രമല്ല കേട്ടോ നമുക്ക് കണ്ടന്റ്. അവിടെ ഉള്ള എല്ലാവരും, എല്ലാ കണ്ടസ്റ്റന്റും നമുക്ക് കണ്ടന്റാണ്. രേണുവിന്റെ റിയാക്ഷൻ ചെയ്ത് വന്നതുകൊണ്ട് രേണുവിൻ്റെത് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ടെന്ന് മാത്രം. രേണുവിൽ തുടങ്ങി മറ്റ് കണ്ടസ്റ്റന്റിലോട്ടാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ, ലൈക്ക്, കമന്റ് എല്ലാം ഇടുക. കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റിനോടൊപ്പം കാണുന്ന ഹൈപ്പ് കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.